ഹായ് മക്കളെ, മാർച്ച് 10-ാം തീയതിയാണ് +2 ബിസിനസ് സ്റ്റഡീസ് എക്സാം. ഇനിയുള്ള ഓരോ ദിവസങ്ങളും അത്രയും ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും വാരി വലിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം കൂടിയാണ്. സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കിഡിലൻ കണ്ടന്റ് വീഡിയോസും അടിപൊളി ക്ലാസ്സുകളുമായിട്ട് സൈലം കൊമേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇന്ന് വൈകുന്നേരം 7:30 സൂപ്പർ 30 ഞാനും ഡോണാമിസും ലൈവിലേക്ക് എത്തുന്നുണ്ട്. സോ എല്ലാവരും മറക്കാതെ ഫ്രണ്ട്സിനെ എല്ലാവരും കൂട്ടിയിട്ട് എന്തിലേക്ക് ലൈവിൽ എത്തിച്ചേരുക. ഓക്കെ, സോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു കണ്ടന്റ് വീഡിയോസിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ആണ് സാറോടെ ഫസ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതാണ് സാർ, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഏതാണ് സാർ എന്നുള്ള കമന്റുകളാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ടിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കണ്ടന്റ് വീഡിയോസുമായിട്ടാണ് സാർ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. സോ നമുക്കറിയാം ഏറ്റവും വെയിറ്റേജ് കൂടിയ +2 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഏതൊക്കെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഉപകാരപ്പെട്ടിരുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോക്ക് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാദറിംഗ് ആൻഡ് അനലൈസിംഗ് മാർക്കറ്റ് ഇൻഫർമേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഇവിടെ മാർക്കറ്റിംഗിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ എനി അതർ 8 ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് 8 ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള. അപ്പോൾ ഏതൊക്കെയാണ് മാർക്കറ്റിംഗിൻ്റെ ഫങ്ഷൻസ്? നമുക്കറിയാം ഗാദറിംഗ് ആൻഡ് അനലൈസിംഗ് മാർക്കറ്റ് ഇൻഫർമേഷൻ എന്ന് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്? മാർക്കറ്റ് പ്ലാനിങ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്, പാക്കേജിംഗ് ആൻഡ് ലാബലിംഗ്, ബ്രാൻഡിങ്. അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസ് ആണ് കേട്ടോ. ഇനി പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റ്, സിമ്പിളാണ്, ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുക എന്നുള്ളത്. ദെൻ പ്രൊമോഷണൽ ആക്ടിവിറ്റീസുകൾ, ദെൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്ലേസ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ഓർ വെയർ ഹൗസിങ്. ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട്. 12 ഫംഗ്ഷൻസ് ആണ് മാർക്കറ്റിങ്ങിനുള്ളത്. അതിലൊരു 8 നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത നല്ല കിടിലൻ ചോദ്യമാണ് മക്കളെ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. മാർക്കറ്റിംഗ് മിക്സ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 4 പീസ്. 4 പീസിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ശരിയല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ട് ആർ ദ 4 പീസ്? ഏതാണ് മാർക്കറ്റിംഗിന്റെ 4 പീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അവിടെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് വരാം. എക്സ്പ്ലെയിൻ എനി 2 ഓഫ് ദം. ആ 4 മിക്സിൽ ഏതെങ്കിലും 2 മാത്രം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ 8 മാർക്കിന്റെ ചോദ്യമാണ്, ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് ആദ്യം കൃത്യമായിട്ട് എഴുതി വെക്കാം. മാർക്കറ്റിംഗ് ടൂൾസ് യൂസ്ഡ് ടു ഡെലിവർ എ വാല്യൂ ടു ദ കസ്റ്റമേഴ്സ് ഈസ് കാൾഡ് മാർക്കറ്റിംഗ് മിക്സ്. അതായത് കസ്റ്റമർക്ക് ഒരു വാല്യൂ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിംഗ് ടൂളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരെന്താണ്? NH ബോർഡനാണ്. ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. NH ബോർഡനാണ് മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ മാർക്കറ്റിംഗ് മിക്സിന്റെ ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നേരെ മാർക്കറ്റിംഗ് മിക്സിലേക്ക് എടുക്കുക. ദാറ്റ് ഈസ് പ്രൊമോഷൻ, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്നിങ്ങനെ 4 മിക്സുകളാണ് മാർക്കറ്റിങ്ങിനുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താക്കുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് എന്ന് കിടക്കാം. ഓക്കെ, സിമ്പിളാണ്. എനിത്തിങ് ഓഫ് വാല്യൂ വിച്ച് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ എന്തെങ്കിലും സെയിൽ ചെയ്യാൻ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അതൊരു പക്ഷേ ടാഞ്ചിബിൾ ആവാം, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ ആവാം. ക്ലിയർ ആണല്ലോ. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്റ്റ് ഇൻക്ലൂഡ്സ് സർവീസസ്, ഐഡിയാസ്, പേഴ്സൺസ്, പ്ലേസസ്. ഇങ്ങനെ എന്തുമാവാം ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആണല്ലോ. സോ അത്രയും കാര്യങ്ങൾ, ഒരു 3 പോയിന്റ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതുക. ഇനി പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ amount of money paid by a buyer in consideration for the purchase of a product or a service. സിമ്പിൾ ആണ്. ഒരാൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം കൊടുക്കുന്ന ക്യാഷിന്, അല്ലേ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് റിട്ടേൺ എന്താണ് ആ ഒരു ബയ്യർ കൊടുക്കുന്നത്? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈസ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ പ്രൈസ് എന്താണെന്നും പ്രൈസിങ് എന്താണെന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് പറയാനുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. പ്രൈസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് പറയാനുണ്ട്. അത് ഞാൻ പറയാം കേട്ടോ. വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടതുണ്ട്. ഇനി അടുത്ത മിക്സിലേക്ക് നമ്മൾ കടക്കുന്നു. ദാറ്റ് ഈസ് പ്ലേസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് മീൻസ് ടേക്കിംഗ് ഡിസിഷൻ ടു മേക്ക് ദ പ്രോഡക്റ്റ്
ആൻഡ് സർവീസസ് അവൈലബിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ് ഫോർ പർച്ചേസ് ആൻഡ് കൺസ്യൂപ്ഷൻ. സോ ഈ രീതിയിൽ സിമ്പിളായിട്ടുള്ള നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡെഫിനിഷൻ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. കൃത്യമായിട്ട് പ്ലേസ് എന്നാൽ എന്താണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഷോർട്ടാക്കി എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇത് സംബന്ധിച്ച് ഒരു ഡിസിഷനാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിഗാർഡിംഗ് ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലും 0 ലെവൽ, 1 ലെവൽ, 2 ലെവൽ ആൻഡ് 3 ലെവൽ ചാനൽസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് മിക്സിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് പ്രൊമോഷൻ. പ്രൊമോഷൻ റെഫേഴ്സ് ദ use of communication with the objects of informing potential buyer about the product or persuading them to buy the product. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ലോ, അത് കസ്റ്റമർ വാങ്ങിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണമെന്നുണ്ട്, പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അഡ്വർടൈസിങ് ചെയ്യണം, പേഴ്സണൽ സെല്ലിങ്, അങ്ങനെ കുറേ പ്രൊമോഷണൽ ടൂൾസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ കൃത്യമായിട്ട് ഏതൊക്കെയാണ് പ്രൊമോഷണൽ ടൂൾസ് എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. സോ ജസ്റ്റ് ഒരു നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ പ്രൊമോഷൻ എന്താണ്, മാർക്കറ്റിംഗ് മിക്സുമായി ചോദിക്കുകയാണെങ്കിൽ പ്രൊമോഷൻ എന്താണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ പ്രൊമോഷണൽ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്, മിക്സുകളാണ് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്ത് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ 4 മിക്സ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. സ്റ്റേറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് സെല്ലിംഗ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. സോ ഇവർ തമ്മിൽ എന്തൊക്കെ ഡിഫറൻസുകൾ ഉണ്ടെന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ മാർക്കറ്റിംഗ്, സെല്ലിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, ദെൻ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്കോപ്പിലേക്ക് വരികയാണെങ്കിൽ സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. മാർക്കറ്റിംഗ് എന്ന വൈഡർ ടേം ആണ്. ഫോക്കസ് എന്തിലാണ്, പൊസഷൻ ഓഫ് ഗുഡ്സ് ഫ്രം സെല്ലർ ടു കൺസ്യൂമേഴ്സ്. ഇവിടെ എന്താ, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി കൺസ്യൂമർ ആണ് ഇവിടെ വരുന്നത്. ഇനി അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഇവിടെ എന്താ, സ്റ്റാർട്ട്സ് ബിഫോർ ദ പ്രൊഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കണ്ടിന്യൂ ഈവൻ ആഫ്റ്റർ ദ പ്രൊഡക്റ്റ് ഹാസ് ബീൻ സോൾഡ്. ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്, സർവീസിൻ്റെ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇനി സ്റ്റാർട്ടും എൻഡും സെല്ലിംഗ് ആക്ടിവിറ്റീസ്, പ്രൊഡക്റ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ്. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടാണ് സെല്ലിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എംഫസൈസിസ് സ്ട്രാറ്റജീസ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മിനിമം ഒരു 3-4 പോയിന്റ് ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. സിമ്പിളാണ്, ഒരുപാട് പോയിന്റ്സ് ആരോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്, അതിലൊരു 3-4 പോയിന്റ് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ 4 മാർക്കിനാണെന്നുണ്ടെങ്കിൽ 4 മാർക്കിന് ചോദ്യം കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 കോമൺലി യൂസ്ഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ സംഗതി അറിയാം, പക്ഷേ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സിമ്പിളായിട്ട് നമ്മൾ കടലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ഒക്കെ ആണ്, റിബേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ചില കൂപ്പണുകളാണെങ്കിലും ഒക്കെ അതൊക്കെ തന്നെയാണ് സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് 8 നിങ്ങൾ പഠിച്ചു വെക്കുക. ഫസ്റ്റ് വൺ റിബേറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ, അവിടെ കുറേ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, പ്രൈസ് കുറച്ച് സാധനം വെക്കാം. അവിടെ എക്സസ് ആയിട്ട് കുറേ ഗുഡ്സ് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്, അത് ഇത്ര രൂപയ്ക്ക് വിറ്റ് ഒഴിവാക്കുക എന്നൊക്കെ പറയില്ലേ, ഇതാണ് റിബേറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഡിസ്കൗണ്ട് സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം ഡിസ്കൗണ്ട് എന്നാൽ. റീഫണ്ട്, ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും റിട്ടേൺ, എന്തെങ്കിലും റാപ്പറോ അല്ലെങ്കിൽ ഫോയിൽസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ തന്നെ വരും, റീഫണ്ട് ചെയ്യാം. ഇനി പ്രീമിയം ഓഫർ, സിമ്പിളായിട്ട് നമ്മൾ ടൂത്ത് ബ്രഷ് വാങ്ങുകയാണ് അല്ലേ, ഇനി ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബ്രഷ് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും, അതാണ് പ്രീമിയം ഓഫർ എന്നൊക്കെ പറയാം കേട്ടോ. ഇനി അടുത്തത് ക്വാണ്ടിറ്റി ഗിഫ്റ്റ്, എക്സ്ട്രാ ക്വാണ്ടിറ്റി തരുന്നത് അല്ലേ. സാധാരണ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചില ബേക്കറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു മിച്ചറൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിന് എത്ര എരിവുണ്ട് അല്ലേ, എരി കൂടിയതാണോ എരി കുറഞ്ഞതാണോ, അപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് എക്സ്ട്രാ തരും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓക്കെ. ഇനി ലക്കി ഡ്രോ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ലക്കി ഡ്രോ എന്താണ്, യൂസബിൾ ബെനിഫിറ്റ്, അതായത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ഓർ ഡിസ്കൗണ്ട്. നമുക്ക് സപ്പോസ് പർച്ചേസ് ഗുഡ്സ് വിത്ത് ₹3,000 വർത്ത് റുപ്പീസ് ആയിട്ടുള്ള സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ഹോളിഡേ പാക്കേജ്, ടൂർ പാക്കേജ് ഒക്കെ കിട്ടുന്ന രൂപത്തിലുള്ളൊരു ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ യൂസബിൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഫിനാൻസ് അറ്റ് 0% എന്ത് ചെയ്യുന്നു, ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റുകൾ തരുന്നു. സാമ്പിളുകൾ, സിമ്പിളാണ് സാമ്പിൾ. കോണ്ടസ്റ്റുകൾ, എന്തെങ്കിലും ഇവൻറ്റുകളൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കോണ്ടസ്റ്റുകളായിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, കൃത്യമായിട്ട് സിമ്പിളാണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, എ TV മാനുഫാക്ചറിങ് കമ്പനി സ്പെൻസ് ഹ്യൂജ് എമൗണ്ട് ഇൻ അഡ്വർടൈസിങ് ടു ഇൻക്രീസ് നമ്പർ ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അവരെന്ത് ചെയ്യാണ്, ഒരു TV മാനുഫാക്ചറിങ് കമ്പനി എന്ത് ചെയ്യാണ്, കസ്റ്റമേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ്ങിൽ, പരസ്യങ്ങളിൽ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തു.
ഇല്ലിസ്ട്രേറ്റ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആസ് എ പ്രൊമോഷണൽ ടെക്നിക്. ഇവിടെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഏതാണ്? ഓക്കെ, 8 മാർക്കിന് ചോദിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെക്റ്റഡ് എസ്സേ ക്വസ്റ്റൻ ആണ്. റെഡി ആണല്ലോ? സോ സിമ്പിൾ ആയിട്ട് എന്താണ് അഡ്വർടൈസ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു ഇംപേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്വർടൈസ്മെന്റ് എന്ന് പറയുക. സോ സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ അഡ്വർടൈസ്മെന്റ് മെറിറ്റ്സിലേക്ക് വന്നാൽ മാസ് റീച്ച് ആണ്, എൻഹാൻസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കോൺഫിഡൻസ്, എക്സ്പ്രസീവ്നെസ് ആൻഡ് എക്കണോമി. ഓക്കെ, ഇനി ഡിമെറിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെസ് ഫോഴ്സ്ഫുൾ, ലാക്ക് ഓഫ് ഫീഡ്ബാക്ക്, ഇൻഫ്ലെക്സിബിലിറ്റി, ലോ എഫക്റ്റീവ്നെസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 4 പോയിന്റ് മെറിറ്റ്സും 4 പോയിന്റ് ഡിമെറിറ്റ്സും ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ചോദ്യം, ഗംഗ ഏജൻസീസ് ഈസ് ലോഞ്ചിങ് എ ന്യൂ വാഷിംഗ് സോപ്പ് ഇൻ ദ മാർക്കറ്റ്. ഗംഗ ഏജൻസീസ് എന്ന് പറഞ്ഞ സ്ഥാപനം എന്ത് ചെയ്യാണ്? ഒരു പുതിയൊരു വാഷിംഗ് സോപ്പ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ എനി 4 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ദേ ഷുഡ് കൺസിഡർ വൈൽ ഫിക്സിംഗ് ദ പ്രൈസ് ഓഫ് ദിസ് പ്രോഡക്റ്റ്. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. മക്കളെ, ഇതൊരു 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള, ഒരു ഷോർട്ട് എസ്സേ രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രൈസുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസിങ് ചെയ്യുമ്പോൾ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അതിന് ആൻസറാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. മക്കളെ, 1 പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റാണ്, അതെല്ലാവർക്കും അറിയാം. ദെൻ യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ്, എക്സ്റ്റൻഷൻ, കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്, സിമിലർ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള അവരുടെ പ്രൈസും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ്, പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്. ലോങ് ടേമിലേക്കാണെങ്കിൽ ചെറിയ പ്രൈസിലെ സാധനം ഇറക്കുള്ളൂ. ഷോർട്ട് ടേമിലേക്കാണെന്നുണ്ടെങ്കിൽ ആ പ്രൈസ് കൂട്ടിയിട്ടായിരിക്കും പ്രൊഡക്റ്റിന് എന്താക്കുക, വില നിശ്ചയിക്കുക. ദർ മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പ്രൈസിങ്ങുമായി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, സോ ഇത്രയും കണ്ടന്റുകൾ, ഇത്രയും ക്വസ്റ്റ്യൻസുകൾ മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതുണ്ട്. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുക. വലിയ ചാപ്റ്ററാണെന്ന് വിചാരിച്ചിട്ട്, ഒരുപാട് ലോഡാവുമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെക്കരുത്. ഈ ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.